പറയട്ടാ. അതെ, എൻ്റെ പറ്റ് 1450 രൂപ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 1450. അല്ല, ഒരു 150 രൂപ ഇവിടെ ഉണ്ട്. 150? എന്താ മേടിച്ചത്? അത് ഒരു പാക്കറ്റ് സിഗരറ്റും പഴവും. സിഗരറ്റാ? ഞാനോ? ആകട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഇന്നേ വരെ സിഗരറ്റ് വലിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ഇവിടുന്ന് സിഗരറ്റ് വാങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളിത് ഇത് ആരെ പേര്? നേരെ നോക്കിയത് വായിച്ചേ. മദനൻ. ഞാൻ മന്മഥൻ. ഈ മദനന്റെ വീട്ടിലെ സാധനം അല്ല, അതിന്റെ കാശ് ഞാനാണോ കൊടുത്തോണ്ടിരിക്കുന്നത്? വായിക്കുമ്പോ തെറ്റിപ്പോയതല്ലേ. പക്ഷെ നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞ കാശ് എന്താണ് പോണത്? അതെ, അത് ഞാനത് ഇത് അടുത്തടുത്തായതുകൊണ്ട് മദനും. ചേട്ടാ, നിങ്ങൾ ആദ്യം ഒരു കണ്ണട മേടിച്ചു വെക്ക്. കണ്ണട മേടിച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. കണ്ണടയിലുണ്ട്. അത് വെക്കരുത്. അത് എടുത്തിട്ടില്ല. ഇപ്പൊ അവന്റെ വീട്ടിൽ ചെലവെല്ലാം ഞാനാണ് കൊടുത്തത്. എനിക്ക് എന്റെ കാശ് ഇതെല്ലാം ഞാൻ നോക്കണം. ഇവിടെ എപ്പോഴും ഇത് മേടിച്ചാലും ഇതുവരെ ഒന്നും തെറ്റിയില്ല. ഇന്നിപ്പോ അത് വായിക്കുമ്പോ തെറ്റിപ്പോയതാണ്. അങ്ങനെ സമ്പാദിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. ചേട്ടാ, കടം മറ്റേ രണ്ടാമത്തെ മോന്റെ കല്യാണക്കാരി എന്തായി? ഒന്നും ശരിയായില്ല. അവന്റെ കൂട്ടുകെട്ടാണ് ശരിയല്ലാത്തത്. ആദ്യം അത് നന്നാക്കാൻ പറയും. ജ്യോതിഷന്മാർ നോക്കുന്ന ജ്യോതിഷന്മാരെല്ലാം പറയും ജാതകം ശരിയില്ല. അല്ല, ജാതകം ശരിയല്ല. എന്താ ഈ ജാതകം? ഇത് ഒരാൾ എഴുതുന്ന സംഭവമല്ലേ, അല്ലാതെ പൊട്ടിപ്പറവട്ട സംഭവം ഒന്നുമല്ല. എനിക്ക് എന്നെ ഇത് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ടെന്ന് പറയിപ്പിക്കൊണ്ടതും ഒരാൾ സങ്കടപ്പെടുമ്പോ എന്ത് പറ്റാൻ. നിരാശാജനകമായ ഹതഭാഗ്യവരെ ഒരു ചെറുപ്പക്കാരനാണ് മുൻപോട്ടാ ഞാൻ. നിന്റെ അച്ഛനും ഇത് തന്നെ പറയണം. നിന്റെ തല കണ്ടാൽ പോലെ അങ്ങേര് ഹതഭാഗ്യനായി. അച്ഛനെ കൊണ്ടൊന്ന് മുറക്കിക്കൊണ്ടാണ് കൊണ്ട് ഒറ്റ നമ്പർ. എന്താ മനസ്സിലായില്ലേ? സ്ഥിരം ലോട്ടറി എടുക്കലാണല്ലോ അവന്റെ പണി. ഓ, അത് ശരി. 4 പകരം 6 വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ കൺമുമ്പിൽ ഇപ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് ആര് ചെയ്ത സുഹൃതാ? പറ. എടാ, ഇതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. തുടങ്ങി. ഒരു 5 കോടി അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, കൂടുതലൊന്നും വേണ്ട. അയ്യോ ഉണ്ണി, ഞാൻ ഒരു കാര്യം പറയാം. ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ എടുപിടി എന്ന് പറഞ്ഞ് അടിക്കൊന്നുമില്ല. ഭാഗ്യദേവത ഭാഗ്യ കടാക്ഷമായിട്ട് ഇങ്ങോട്ട് വരണം. മേശ്രി, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഭാഗ്യവും മണ്ണാങ്കട്ടയും കുറെ ആൾക്കാർ. ഉണ്ണി, ഇതൊരു തട്ടിപ്പാണ് ഈ ലോട്ടറി എന്ന് പറയണത്. നീ അന്തസ്സായിട്ട് പണിക്ക് പോകാൻ നോക്ക്. സത്യം പറയാല്ല, നിങ്ങൾ കുറെ അന്ധവിശ്വാസികൾ ഈ നാട്ടിലുള്ളിടത്തോളം ഈ നാട് നന്നാവൂല. കുറെ ദൈവവും കുറെ ഭാഗ്യവും. അല്ല രാഘവേട്ടാ, ഞാൻ ആലോചിക്കുന്നതേ, ഈ മന്മഥൻ എന്താ നാക്കെടുത്താ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? ദൈവം ഇല്ല, അതാണ് ഇങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ സത്യം പറയാം, ഇയാൾക്കെന്തോ വലിയ ദോഷം വരാനിരിക്കുക. ദോഷം വന്നു. അവന്റെ പേഴ്സ് ഇടാൻ മറന്നിട്ടാ പോയെ. മറന്നോ? അയ്യോ, വർത്താനം പറഞ്ഞു മറന്നു വെച്ചിട്ട് പോയല്ലേ? അതന്നെ തന്നെ. ഒന്നാടോ. അയ്യോ, ദേ കാശുണ്ട്. കാശുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ട് കൊടുത്തിട്ട് കൊണ്ട് കൊടുത്തു. ലോട്ടറി എപ്പം ലോട്ടറി ആവട്ടാ. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വലിയ ലോട്ടറി കച്ചവടം തുടങ്ങിക്കൂടെ? എനക്ക് ഇവിടുന്ന് കടം കിട്ടൂല. അതെ, എനിക്ക് അങ്ങനെ എല്ലാം എടുത്തിട്ട് കൊണ്ടല്ല, കടം എടുത്തിട്ടല്ലേ? അടിക്കണ്ടാവട്ടാ. ഒരു 5 കോടി അത്രേ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അച്ഛനെ രക്ഷപ്പെടുത്തണം. അച്ഛനൊരു 10,000 കൊടുക്കണം, അമ്മക്കൊരു 15, 3 പങ്കത്തിന് 5,500, 50 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുത്ത് ബാക്കി മതി നമുക്ക്. സ്വപ്നം കണ്ട് നടക്കിയതല്ലേ? കറ്റി പഠിച്ചു കുറ്റി പോലെ. എന്റെ പേരം വന്നോ? പണിയെടുക്കടാ പോയിട്ട് എന്തെങ്കിലും പണിയെടുത്തു. നിങ്ങളുടെ ഈ കൈ കൊണ്ട് എത്തുന്ന ഓരോ സാധനം എടുത്ത് കൊടുക്കുന്നത്. എന്ത് പണി എടുക്കുന്നത്? ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് പണി. അന്നേരം 500 രൂപ കടന്നോട്ട്. കടം ഉൾക്കൊള്ളാനില്ല.